ഇന്നൊരു സിമ്പിൾ ചിക്കൻ കറിയും കപ്പപ്പുഴുക്കുമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളുത്തുള്ളി പൊളിച്ചത് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് മൂത്ത് വരട്ടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ടു. അതെല്ലാം ഒന്ന് റെഡി ആയപ്പോഴത്തേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് സവാള അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതെല്ലാം റെഡിയായി ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയി. അതെല്ലാം ഒന്ന് മൂക്കാനായിട്ട് വെച്ചിട്ട് കപ്പ പൊളിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പ കുറച്ച് പൊളിച്ചു. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നു. അപ്പോൾ അതിനകത്തേക്ക് 2 തക്കാളി അരിഞ്ഞും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളി ഒന്ന് അടച്ച് വെച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുത്തു. എന്നിട്ട് അതിലേക്ക് മസാല എല്ലാം ചേർത്ത് കൊടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല എല്ലാം ചേർത്തിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിനെ കഴുകി ഉപ്പൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് കുക്കറിലേക്ക് ഇട്ട് ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വേഗം വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കപ്പയൊക്കെ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കപ്പ കൊത്തി നുറുക്കിയാൽ വേവത്തില്ലാന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് അരിഞ്ഞെടുക്കും കേട്ടോ. വാഴയ്ക്കൊക്കെ അരിയുന്ന പോലെ ക്രോസായിട്ട് വരഞ്ഞിട്ട് അതിങ്ങനെ ചതുരത്തിൽ അരിഞ്ഞെടുക്കുകയാണേ. അപ്പോൾ അതെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നന്നായിട്ട് കുറച്ച് വാഷ് ചെയ്തെടുക്കണം. 2-3 തവണ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് വേവാൻ വെച്ചു. എന്നിട്ട് അതിനുള്ള അരപ്പ് റെഡിയാക്കാം. കാന്താരിമുളക് കേട്ടോ എടുക്കുന്നത്. കാന്താരിമുളക്, മഞ്ഞൾപ്പൊടി, ഉള്ളി, കറിവേപ്പില, വെളുത്തുള്ളി, ജീരകം, തേങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ട് അത് ചതയ്ക്കാനായിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത്തിരി മുളക് ചമ്മന്തി കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനും കാന്താരിമുളക്, ഉള്ളിയും വെളുത്തുള്ളി, ഉപ്പും എല്ലാം ചേർത്തിട്ട് അത് വേറൊരു ജാറിലിട്ടിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അത് രണ്ടും ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കപ്പ വെന്തോന്ന് നോക്കാം. കപ്പ ഏതാണ്ടൊന്ന് തിളച്ച് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുത്തുകൊണ്ട് വരാം. ചിക്കൻ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഊറ്റിയെടുത്ത് വന്നിട്ട് അതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അരപ്പിന് വേണ്ട ഉപ്പും കൂടെ കുറച്ചുകൂടെ എക്സ്ട്രാ ചേർത്തു. കുറച്ച് കറിവേപ്പിലയുടെയൊക്കെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ചു. ഒന്നുകൂടെ ഒന്ന് ആവി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇളക്കിയെടുത്തു. എല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടോ എന്ന്.